السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى وما زاغ البصر وما طغى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سريت من حرم ليلا إلى حرمي كما سار البدر في داج من الظلم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, പ്രിയം നിറഞ്ഞ യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഇന്ദ്രാജ ജമാഅത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് അള്ളാഹുവിനെ അവൻ്റെ പേരുകൾ വിളിച്ചു ദിക്ർ ചൊല്ലുന്ന ജലാലിയ റാത്തിബ് ഇന്നലെ കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. അഖിമി സ്വലാത്ത ലിദിക്രി, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരം അള്ളാഹുവിനെ ഓർക്കാനുള്ള സുപ്രധാനമായ കർമ്മമാണ്. അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് എല്ലാ സമാധാനവും ലഭിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത്. നമ്മൾ മുസ്ലിമീങ്ങൾ മറ്റുള്ള എല്ലാ വിഭാഗം ജനങ്ങളോടും സഹകരണത്തോടും സൗഹൃദത്തോടും കൂടി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സുന്ദരമായ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. വാസ്തവത്തിൽ ഏതൊരു രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ വിവേചനമില്ലാതെ എല്ലാവർക്കും നന്മകൾ ലഭിക്കാൻ ആവശ്യമായ കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും പദ്ധതികളും സംവിധാനങ്ങളുമാണ് ഇസ്ലാം സംഭാവന ചെയ്തിട്ടുള്ളത്.
എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ സദസ്സിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്യണം. എല്ലാവരും കയറി വന്ന് ഈ മജ്ലിസിൽ റോട്ടിലും മറ്റും നിൽക്കാതെ മജ്ലിസിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. മജ്ലിസിന്റെ ബർക്കത്ത് അത് പുറത്തു ലഭിക്കുകയില്ലല്ലോ. പള്ളിയിൽ കയറി പള്ളിയിലെ സഫിൽ നിൽക്കുന്നത് പോലെ അല്ലല്ലോ റോട്ടിൽ നിന്നുകൊണ്ട് പള്ളിയിലെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കുന്നത്. വലിയ വ്യത്യാസം. ഇതുപോലെ നമ്മളിവിടെ പറയുന്ന വിഷയങ്ങൾ അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുമാണ്. ആ മഹത്തായ അറിവ് നൽകപ്പെടുന്ന സദസ്സ് യാതൊരു സംശയവും ഇല്ല, അത് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗം ലഭിക്കാനുള്ള സ്വർഗത്തോട്ടങ്ങളിൽ ഒന്നാണ്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ആ ബേക്കിലുള്ള കുറച്ച് കസേര സംഘാടകരായ ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നു. ബേക്കിലുള്ള കുറച്ച് കസേര ഇങ്ങോട്ട് എടുക്കണം, മുന്നിലേക്ക്. കുറെ അങ്ങനെ തന്നെ എടുത്താൽ മതി. സദസ് കുറച്ച് കസേര അങ്ങനെ തന്നെ അവിടെ ഇങ്ങോട്ട് എടുത്തു. കസേര എടുത്തു വരാനല്ല പറഞ്ഞത്, ആരെങ്കിലും ഒരാളൊരു കുറച്ച് കസേര എടുത്ത് വരാൻ. ആരും ഇട്ട കസേര ഒന്നും നീക്കണ്ട. ഇടാത്ത കസേര അവിടെ ഉണ്ടല്ലോ, അട്ടിവെച്ച കസേര, അത് കുറച്ച് കൊണ്ട് എടുക്കാനാണ്. അത് നീക്കണ്ട, കസേര നീക്കണ്ട. ഞാൻ നീക്കണ്ടെന്ന് പറഞ്ഞില്ലേ, കസേര നീക്കാനല്ല പറഞ്ഞു, അവിടെ അട്ടിയിട്ട കസേര കുറച്ചും കൊണ്ട് എടുക്കാനാണ്. ഒറ്റ കസേര നീക്കണ്ട, ഇട്ട കസേര ഒന്നും നീക്കണ്ട. അങ്ങനെ ഇങ്ങോട്ട് എടുത്തു. ഞാൻ പറയാം എവിടെ ഇടണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ വരട്ടെ. ഇവിടെ ഒരു ലൈനും കൂടി ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഒരു ലൈനും കൂടി കസേര, അവിടെ അങ്ങോട്ട് ഒരു ലൈൻ, ഒറ്റ ലൈൻ അടുപ്പിച്ചിട്ട്. നേരെ 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 വളച്ചിട്ടല്ല, നേരെ നേരെ എല്ലാം നല്ല തൃത്തീപിലുണ്ട്. നേരെ നേരെ വളക്കല്ല വളക്കല്ല വളക്കാതെ നേരെ. അള്ളാഹുവിന് ഭംഗി വലിയ ഇഷ്ടമാണ്. എല്ലാറ്റിനും വേണം ഭംഗി. സദസ്സിന് വേണം, ഡ്രസ്സിന് വേണം, എല്ലാറ്റിനും ഭംഗി വേണം. ആ ബാക്കിലിരിക്കുന്ന കുറച്ച് ഉസ്താദ്മാരല്ല ഇങ്ങോട്ട് മുന്നോട്ട് കയറിയിരിക്കുക. അവിടെ പ്രായമുള്ളവർ ഉസ്താദ്മാർ അവർക്ക് ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കുക. ആ സൈഡിൽ നിന്നാണ് എഴുന്നേറ്റ് വരേണ്ടത്. സൈഡിൽ നിന്ന് പിന്നെ വരുന്നവർക്ക് ആ സൈഡിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ആരും അപ്പുറം ഇപ്പുറമൊന്നും പോകേണ്ടി വരില്ല. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചെയ്യും. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരിക്കുന്നതിന് മുമ്പ് മുന്നിൽ കസേര ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ മുന്നിലിരിക്കുക. മുന്നിൽ കസേരയില്ല എന്ന് ഉറച്ചാൽ അതിന്റെ പുറമെ മധ്യത്തിൽ കസേര ഉണ്ടെങ്കിൽ അതിൽ കയറിയിരിക്കുക. മധ്യത്തിലും ഇല്ല മുന്നിലും ഇല്ല എന്ന് ഉറച്ചാൽ ഇരിക്കാം, അതുവരെ ഇരിക്കരുത്. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സൂറത്തുകൾ ഉണ്ട്. അതിൽ ഒരു സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ഇസ്രാ. ഇസ്രാ പരാമർശിക്കുന്ന സൂറത്ത്. ഇസ്രാ എന്ന വാക്കിന്റെ അർത്ഥം രാത്രിയിൽ പോവുക എന്നതാണ്. രാപ്രയാണം, രാത്രിയിൽ സഞ്ചരിക്കുന്നതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. റജബ് 27-ാം രാവാണ് എന്ന്. റജബ് 27, റജബ് 28, റജബ് 29, 30 ഉണ്ടെങ്കിൽ 30, ശഅബാൻ 1. ഈ ദിവസങ്ങളെല്ലാം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ്.
അത് റജബ് മാസത്തിൽ മാത്രം അല്ല, എല്ലാ മാസത്തിലും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30. ഏത് മാസത്തിന്റെയും തുടക്കവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇന്നത്തെ രാത്രി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിച്ച, നമുക്ക് വലിയ സമ്മാനം ലഭിച്ച അതിമഹത്തായ രാത്രിയാണ് എന്നതിനാൽ ആ വകയിലും നോമ്പ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. റജബ് മാസം മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. 4 മാസങ്ങൾ മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്ര മാസങ്ങൾ എന്നറിയപ്പെടുന്ന മാസങ്ങളാണ്. അതിൽ കൊല്ലത്തിന്റെ തുടക്കത്തിൽ 1 മുഹറം, മധ്യത്തിൽ 1 റജബ്, അവസാനത്തിൽ 2 ദുൽഖഅദ്, ദുൽഹജ്ജ്. ഈ 4 മാസങ്ങളെ സംബന്ധിച്ചാണ് ഖുർആൻ പ്രത്യേകം പവിത്ര മാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മാസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പുണ്യം ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളം നോമ്പെടുത്തിരുന്നു എന്ന് ഹദീസിൽ ഉണ്ട്. അതിനവിടുന്ന് കാരണം പറഞ്ഞത് റമദാനും റജബും ആ 2 മാസവും നോമ്പിന്റെ മാസമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതും ജനങ്ങൾ പതിവാക്കി വരുന്നതും ആണ്. അതിന്റെ ഇടയിലുള്ള ശഅബാൻ ആളുകൾ വിസ്മരിച്ചു പോകാതിരിക്കാനാണ് ശഅബാനിലെ നോമ്പ് ഞാൻ കൂടുതലായി നിർവഹിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ റജബിലെ നോമ്പ് വളരെ മുമ്പേ തന്നെ പ്രശസ്തവും എല്ലാവരും സ്വീകരിച്ചു വരുന്നതുമാണ്. റജബിലെ നോമ്പും റമദാനിലെ നോമ്പും രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന ശഅബാൻ അവഗണിച്ചു പോകാതിരിക്കാനാണ് ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പെടുത്തത് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. ശഅബാൻ 15ന്റെ ശേഷം ചിലർക്ക് നോമ്പെടുക്കൽ പാടില്ലാത്തതാണ്. അതാരാണ്? നേരത്തെ ശഅബാൻ 15-ന് മുമ്പ് നോമ്പെടുത്ത് തുടർന്നിങ്ങനെ പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ ഖളാ ഉള്ളതോ മറ്റോ നിർവഹിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ ശഅബാൻ 15ന്റെ ശേഷം നോമ്പെടുക്കുന്നത് പാടില്ലെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. ശഅബാൻ അവസാനത്തെ ദിവസം എവിടെയെങ്കിലും മാസം കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്ന ശക്കിന്റെ ദിവസം നോമ്പ് മാസം കണ്ടു എന്ന് അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അന്നത്തെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല, സ്ഥിരപ്പെടുന്നത് വരെ എന്നാണ്. ഏതായാലും റജബ് മാസം ഒരു പുണ്യമാസമാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ്. അത് റമദാനിലേക്കുള്ള ഒരു കാൽവെപ്പുമാണ്. അല്ലാഹു തആല റജബിലും ശഅബാനിലും വലിയ ബർക്കത്ത് നൽകി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റജബ് 27-നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജ് നടന്നത് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 27-ന് മസ്ജിദുൽ ഹറാമിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതകരമായ ബുറാഖ് എന്ന വാഹനവുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പോകുന്നതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് കീറി ഹാർട്ട് പുറത്തെടുത്ത് അത് സംസം വെള്ളം കൊണ്ട് കഴുകി അവിടെ മുറിവ് കൂട്ടിയിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ഹാർട്ട് പുറത്തെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ, അത് മുറികൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ അത്ഭുതമായി ആളുകൾക്ക് തോന്നി. ഇപ്പൊ പിന്നെ ധാരാളം ഓപ്പറേഷനുകൾ നടക്കുന്ന കാലമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സംസം വെള്ളം വലിയ ബറക്കത്തുള്ള ഒരു വെള്ളമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ ഉള്ള സമയത്ത്, അവിടുത്തെ ചെറുപ്പകാലത്ത് കുട്ടിയായിരുന്ന സമയത്ത് അവിടുത്തെ കാലടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ് സംസം. യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താണ്. ആ സംസം വെള്ളം വലിയ ഫലസിദ്ധിയുള്ള ഒരു വെള്ളമാണ്. പലപ്പോഴും മാഉ സംസം ലിമാ ശരിബ ലഹു
ഏത് ലക്ഷ്യത്തിനു വേണ്ടി കുടിച്ചുവോ അത് നേടാൻ കഴിയും എന്ന് പഠിപ്പിക്കപ്പെട്ട വെള്ളമാണ് സംസം. സംസം കുടിക്കുമ്പോൾ ധാരാളം കിട്ടുമെങ്കിൽ വയറു നിറയുന്ന രൂപത്തിൽ നിറയെ കുടിക്കുകയാണ് വേണ്ടത്, കുറച്ചല്ല കുടിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങനെ കുടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, കാരണം ആകെ ഒരു 5 ലിറ്റർ കൊണ്ടുവരും. പിന്നെ അതിവിടെ കൊണ്ടുവന്നിട്ട് നിറയെ ഒരുത്തം തന്നെ കുടിച്ചാൽ പിന്നെ വേറെ കൊണ്ടുവരാം. അതുകൊണ്ടാണ് കുറച്ച് ബർക്കത്തിന് വേണ്ടി മാത്രം നൽകപ്പെടുന്നത്. കുടിക്കേണ്ടത് കുടിക്കാൻ കഴിയുമെങ്കിൽ ശരിക്കും നന്നായി നമ്മുടെ ദാഹം തീരുന്നത് വരെ കുടിക്കുന്ന മാതിരിയാണ് കുടിക്കേണ്ടത്. സംസം വെള്ളം കുടിക്കുമ്പോഴും ഇരുന്നിട്ട് തന്നെയാണ് കുടിക്കേണ്ടത്. ആ സമയത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള ദിക്റുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنه بلغني عن حبيبك ورسولك سيدنا محمد صلى الله عليه وسلم ماء زمزم لما شرب له إني أشرب هذا الماء لهذه الحاجة. ഏത് ഉദ്ദേശം വെച്ച് കുടിച്ചുവോ അത് നേടാൻ കഴിയും എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ബിസ്മി ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ഒരു ദുആ, അല്ലാഹുവേ നിന്റെ റസൂലായ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് സംസം വെള്ളം ഏത് ലക്ഷ്യം വെച്ച് കുടിച്ചുവോ അത് നേടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ സംസം വെള്ളം ഇന്ന ഉദ്ദേശം വെച്ച് കുടിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കുടിക്കുക, അത് ചൊല്ലിക്കൊണ്ട് കുടിക്കുക എന്നത് നല്ലതാണ്. മർക്കസു സഖാഫത്തി സുന്നിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു വാദപ്രതിവാദം ജമാഅത്ത് ഇസ്ലാമിക്കാരോ സലഫികളോ അങ്ങനത്തെ ഏതോ പുത്തൻവാദികളോ ഖുതുബ അറബിയിലാകണോ വേണ്ടേ എന്നതാണ് സബ്ജക്ട്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളാണ് സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ ഉസ്താദിന്റെ കൂടെ കിതാബ് എടുത്തു കൊടുക്കാൻ പഠിക്കാനും ഞങ്ങൾ കുറെ കുട്ടികളും പോകുന്നു. ഉസ്താദ് അവറുകൾക്ക് ആ സമയത്ത് സബ്ക്കിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ആരോ സംസം വെള്ളം കൊണ്ടുപോകും. ഉസ്താദ് ആ സംസം വെള്ളം കുടിക്കുമ്പോൾ ഈ വാദപ്രതിവാദത്തിൽ വിജയിക്കാൻ വേണ്ടി എന്ന് നിയ്യത്ത് ചെയ്തിട്ട് കുടിച്ചു. അത് പറഞ്ഞുകൊണ്ട് കുടിച്ചു. അൽഹംദുലില്ലാഹ് അവിടുത്തെ പള്ളിയിൽ ഖുത്ബ മലയാളത്തിലാക്കാൻ ഏകദേശം തീരുമാനമായതായിരുന്നു. ആ സംവാദത്തിൽ ഉസ്താദ് അപ്പുറത്തുള്ള മൗലവിയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ 1200 കൊല്ലത്തിനിടയിൽ, സൂക്ഷ്മതൊക്കെ അങ്ങനെ പറഞ്ഞത് 1300 ചോദിക്കുന്നതിന് മുടക്കൊന്നുമില്ല, 1200 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടോ? അപ്പുറത്തെ മൗലവി പറഞ്ഞു 1200 കൊല്ലം. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും, അതുപോലെ കപ്പ എന്ന് പറയും. ഇവിടെ എന്താ പറയാ? മരക്കിഴങ്ങ്. അതെ, ഓക്കെ. മരക്കിഴങ്ങ് അയാളെ നേരത്തെ ഏതോ ഒരു ഭാഷ ഉപയോഗിച്ചു. മരക്കിഴങ്ങ് ആരും തിന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തിന്നൂടാന്നുണ്ടോ എന്നാണ് മൗലവി തിരിച്ചു ചോദിച്ചത്. അപ്പൊ പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു ഇവിടെ ഖുത്ബ അറബി തന്നെയാണ്, കാരണം നമ്മുടെ ഖുത്ബ മരക്കിഴങ്ങ് പോലെയല്ല. കാരണം മരക്കിഴങ്ങ് പലർക്കും ഗ്യാസിന് പറ്റാത്ത സാധനം. അതിന്റെ പുറമെ മരക്കിഴങ്ങിൽ പ്രത്യേകം ഫർളുമില്ല, ഉജൂബുമില്ല, സുന്നത്തുമില്ല. മരക്കിഴങ്ങ് തിന്നാൻ വേണ്ടി ഒതു എടുക്കൽ ആവശ്യമില്ല, ഖുത്ബക്ക് ഒതു വേണം. മരക്കിഴങ്ങ് തിന്നാൻ വേണ്ടി ജനാബത്ത് വിളിക്കണം എന്നില്ല. മരക്കിഴങ്ങ് സ്ത്രീകൾക്കും തിന്നാം, പക്ഷേ ഖുത്ബ സ്ത്രീകൾക്ക് ഓതാൻ പറ്റില്ല. മരക്കിഴങ്ങ് തിന്നുമ്പോൾ വെള്ളിയാഴ്ച ളുഹർ ബാങ്ക് കൊടുത്തതിന്റെ ശേഷമാകണം എന്നില്ല, എപ്പോഴും തിന്നാം. മരക്കിഴങ്ങ് തിന്നുമ്പോൾ മുട്ടുപൊക്കലിനിടയിൽ മറച്ചിരിക്കണം എന്ന നിർബന്ധം ഇല്ല. അതേപോലെ മരക്കിഴങ്ങ് ഒരാൾക്ക് വേണ്ടെന്ന് വെക്കാം, വേണ്ടവർക്ക് തിന്നാം, അല്ലാത്തവർക്ക് വേണ്ടെന്ന് വെക്കാം. ഖുത്ബ ഇങ്ങനെയൊന്നല്ല. ഖുത്ബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. മരക്കിഴങ്ങ് തിന്നുമ്പോൾ നാട്ടുകാരായ 40 ആൾ വേണമെന്നില്ല, ഓരോരുത്തർക്ക് തന്നെ തിന്നാം. അതിനിങ്ങനെ 40 ആളൊന്നും ആവശ്യമില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് അന്തരങ്ങൾ മരക്കിഴങ്ങും ഖുത്ബയുമായി ഉണ്ട് എന്ന് ഏത് സാധാരണക്കാർക്കും അറിയാം. ഖുത്ബ എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അന്നഹാ ഇബാദത്തുൻ ഇഫ്തഖറത് ഇലാ ദിക്രില്ലാഹി ഫഫ്തഖറത് ഇലാ ദിക്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുഹ്ഫ പോലുള്ള ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥങ്ങളിൽ കാണാം ഖുത്ബയിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണെന്ന് ഫുഖഹാക്കൾ വിധിച്ചത്? ഖുത്ബ എന്ന് പറയുന്നത് അന്നഹാ ഇബാദത്തുൻ, ഖുത്ബ ഒരു ആരാധനാ കർമ്മമാണ്, ഇബാദത്താണ്. ഇഫ്തഖറത് ഇലാ ദിക്രില്ലാഹി, അതിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയൽ, അല്ലാഹുവിന്റെ ദിക്ർ ആവശ്യമാണ്. അതാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റാണ്. ഫഫ്തഖറത് ഇലാ ദിക്രി റസൂലില്ലാഹി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വറഫഅനാ ലക ദിക്റക, ഓ നബിയെ തങ്ങളെ പറയുന്നതിനെ, തങ്ങളെ മഹത്വവൽക്കരിക്കുന്ന അല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വറഫഅനാ ലക ദിക്റക, ഓ നബിയെ തങ്ങളെ പറയുന്നതിനെ, തങ്ങളെ മഹത്വവൽക്കരിക്കുന്നതിനെ നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ റിസാലയിൽ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എടുത്തുദ്ധരിച്ചതായി കാണാം. ഓ നബിയെ, എവിടെ എന്നെ പറയുന്നുണ്ടോ അവിടെയെല്ലാം തങ്ങളെയും പറയണം. പങ്കുകൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി പറയണം. കാരണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി പറയണം. അല്ലാഹുവിനോട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പടച്ചവനെ പറയുന്നുണ്ട്, പടച്ചവനെ പുകഴ്ത്തുന്നുണ്ട്. തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും എടുത്തു പറയണം. അങ്ങനെ അല്ലാഹുവിനെ പറയുന്ന സ്ഥലത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയൽ ആവശ്യമാണ്. അതുകൊണ്ട് ഖുതുബയിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞ സ്ഥലത്ത്, അതൊരു സാധാരണ കർമ്മമല്ല, അതൊരു കേവലം പ്രസംഗമല്ല, അതൊരു ഇബാദത്താണ് എന്ന് തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായിരുന്നാലും ഉസ്താദ് അവറുകൾ സംവാദം നടത്തി ഞങ്ങൾ തിരിച്ചു വന്നു. അൽഹംദുലില്ലാ, അന്ന് മുതൽ ഇന്ന് വരെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ആ പള്ളിയിൽ അറബിയിൽ മാത്രമാണ് ഇപ്പോഴും ഖുതുബ നടക്കുന്നത്. പുതിയ കാവ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. കൊടുങ്ങല്ലൂരിനടുത്താണ്. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം പരിശുദ്ധ ഇസ്ലാം ആദ്യമായി വന്ന സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട, ഒന്നാമതായി ഇസ്ലാം വന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പള്ളി പുത്തനാശയക്കാരായ ചിലർ അതിന്റെ കമ്മിറ്റിയിൽ കയറിക്കൂടി അവിടെ മലയാളത്തിൽ ഖുതുബ പരിപാടി ആരംഭിച്ചിരുന്നു. ഞാൻ SSFന്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് അവിടെ ഒരു പ്രഭാഷണം നമ്മുടെ SSFന്റെ പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ചു. അവിടെ ഞാൻ അന്ന് ഖുതുബയെ സംബന്ധിച്ച് ഖുതുബ അറബിയിലാകണം എന്ന വിഷയം ആസ്പദമാക്കി ഒരു പ്രസംഗം നടത്തി. അൽഹംദുലില്ലാ, അവിടുത്തെ കമ്മിറ്റിയുടെയും ജനറൽ ബോഡിയും ആളുകൾ ഒരുമിച്ച് കൂടി ഖുതുബ നേരത്തെ ഇവിടെ നടന്നു വന്നിരുന്നത് അറബിയിലാണ്, ഇടയ്ക്ക് അത് മലയാളമാക്കിയത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുകയും അവർ അറബിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനായിരുന്നു? സംസം വെള്ളത്തിന്റെ മഹത്വം പറയാനാ. ഉസ്താദ് സംസം വെള്ളം കുടിക്കുമ്പോൾ തന്നെ വാദപ്രതിവാദത്തിൽ വിജയിക്കാൻ എന്ന നിയ്യത്ത് ഇത് കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. സംസം വെള്ളം വലിയ ബറക്കത്തുള്ള വെള്ളമാണ്. ലോകത്തെ ഏറ്റവും വലിയ ബറക്കത്തുള്ള വെള്ളം وأفضل المياه ماء قد نبع من بين أصابع النبي المتبع يليه ماء زمزم فالكوثر فنيل مصر ثم باقي الأنهر. ഏറ്റവും വലിയ ബഹുമാനമുള്ള വെള്ളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അവിടുത്തെ സഹാബികൾ വന്ന് ഇസ്തിഗാസ ചെയ്തപ്പോൾ, അഥവാ നബി തങ്ങളോട് സഹായം തേടിയപ്പോൾ, സഹായം കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. മുസ്ലിമീങ്ങളായ നേതാക്കളായ സഹാബികളും അതേ വിശ്വാസക്കാരാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. പക്ഷേ അല്ലാഹുവിന്റെ സഹായം നൽകാൻ അവൻ ഒരുപാട് നിമിത്തങ്ങൾ, കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്കൊരു 1,00,000 രൂപ ഇപ്പോൾ ലഭിക്കണം. അതിന് അല്ലാഹു തആല വെച്ച കാരണം ഒരു പക്ഷേ നമ്മൾ ഇന്ന് ആദരിച്ച ഇസ്ഹാഖ് ഹാജിയോട് ഞാൻ കടം ചോദിക്കലാകാം. ഞാൻ 1,00,000 രൂപ കടം ചോദിക്കുന്നു, അദ്ദേഹത്തോട് ഞാൻ ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം തേടുന്നു, 1,00,000 രൂപ കടം തരുമോ, അല്ലെങ്കിൽ നിങ്ങൾ സംഭാവന തരുമോ എന്ന് ഞാൻ സഹായം ചോദിക്കുന്നു. പക്ഷേ ആ സമയത്ത് മുസ്ലിമായ എന്റെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. ആ വിശ്വാസത്തോടു കൂടിയാണ് അല്ലാഹു നിശ്ചയിച്ച കാരണം, നിമിത്തം, സബബ് എന്ന നിലക്ക് ഞാൻ ആചാര്യോട് കടം ചോദിക്കുന്നതല്ലേ സംഭാവന ചോദിക്കുന്നത്. അല്ലാതെ ആചാര്യർക്ക് സ്വന്തത്തിൽ കഴിവുണ്ടെന്നോ സ്വന്തത്തിൽ അധികാരമുണ്ടെന്നോ അദ്ദേഹത്തിന്റെ മനസ്സ് നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്നോ അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിൻ്റെതാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം അല്ലാഹു കൊടുത്ത പണമാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ ചോദിക്കുമ്പോൾ തരണമെങ്കിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊടുക്കണം എന്ന് തോന്നിപ്പിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടൂല.
അള്ളാഹുവിന്റെ സഹായമില്ലാതെ ആർക്കും ഒന്നും എവിടെയും എപ്പോഴും കിട്ടൂല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് തന്നെ സർവ്വ വിഷയങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. 6-7 കൊല്ലമായി ഇന്ദിരാജയിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നു എന്ന് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. എനിക്ക് തരാൻ കഴിയില്ല, അള്ളാഹു കഴിവ് തന്നാലേ കഴിയും. അവൻ എപ്പോഴാണോ അത് ഏൽക്കണം എന്നെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അപ്പോഴേ ഏൽക്കാൻ കഴിയൂ. ഏറ്റതുകൊണ്ട് പോകാൻ കഴിയോ? പോകാൻ കഴിഞ്ഞോളൂ, അള്ളാഹു കഴിവ് തന്നാലേ കഴിയും. ഇനി വന്നാൽ തന്നെ പ്രസംഗിക്കാൻ കഴിയോ? ഇല്ല, അള്ളാഹു തആല പ്രസംഗിക്കാനുള്ള കഴിവ് തന്നാലേ സാധിക്കുള്ളൂ. അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ തന്നെ എന്ത് പറയണം എന്നത് എന്റെ ഖൽബിൽ അള്ളാഹു തോന്നിപ്പിച്ചു തന്നാലേ പറയാൻ കഴിയൂ. അങ്ങനെ തോന്നിപ്പിച്ച് തന്നാൽ തന്നെ എന്റെ നാവ് ചലിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതെന്റെ റബ്ബിന് മാത്രമേ കഴിയൂ. സംസാരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ ഏതെല്ലാം നാഡിനരമ്പുകൾ ചലിക്കണം എനിക്കതിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ല. അതെന്റെ റബ്ബിന് മാത്രമേ അറിയൂ. ആകയാൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ വിഷയങ്ങളും അള്ളാഹു സൃഷ്ടിച്ചു തരുന്നതാണ്, എന്റെ വകയിൽ അല്ല. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾക്കാർക്കും സ്വന്തമായി ഒന്നുമില്ല. ഓരോ സെക്കൻഡിലും യജമാനനായ റബ്ബിലേക്ക് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നാം. അല്ലാഹുവിന് നമ്മിലേക്കൊന്നും ഒരാശ്രയവും ഇല്ല. ഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അല്ലാഹു ആരിലേക്കും ആവശ്യമില്ലാത്തവനാണ്. അവനെന്നും സ്തുതിക്കപ്പെടുന്നവനാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു അവൻ ചിലരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതവന്റെ അധികാരമാണ്. അവൻ ആദരിച്ചവരെ ആദരിക്കുക, അവൻ ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അത് അള്ളാഹുവിനോടുള്ള കടപ്പാട് തീർക്കലാണ്. പടച്ചവനെ നമ്മൾ ബഹുമാനിക്കുമ്പോ, പടച്ചവനെ നമ്മൾ സ്നേഹിക്കുമ്പോ, പടച്ചവനെ നമ്മൾ അംഗീകരിക്കുമ്പോ അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും അംഗീകാരം വേണം, അംഗീകാരം നൽകണം. അള്ളാഹു കഅബയെ ബഹുമാനിച്ചു, നമ്മൾ കഅബയെ ബഹുമാനിക്കണം. ഇന്നലെയോ മിനിഞ്ഞാന്നോ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ ഒരു മുസല്ല കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അതിൽ കഅബയുടെ ചിത്രമുണ്ട്. ഞാനതുകൊണ്ട് തന്നെ ആ ചിത്രത്തിന്റെ മേലെ ചവിട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം അത് കഅബയുടെ ചിത്രമാണ്. കഅബ ആദരിക്കപ്പെടേണ്ട വസ്തുവാണ്. ജീവനില്ലാത്തതിന്റെ ചിത്രങ്ങൾ അത് ആദരവുള്ളതിൻ്റെതാണെങ്കിൽ ആദരിക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ജീവനുള്ളതിന്റെ ചിത്രങ്ങൾ ബഹുമാനിക്കാൻ പാടില്ല. അത് മറ്റു ചില മതത്തിന്റെ ആചാരമാണ്. ഫോട്ടോ വെച്ച് ബഹുമാനിക്കുക എന്നത് നമുക്കത് പാടില്ല. ഇപ്പൊ എവിടെ ചെന്നാലും ആളുകൾക്ക് ആവശ്യം ഫോട്ടോ ആണ്. ഞാനിപ്പോ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ ഒരാൾ വന്ന് മുന്നിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഇരുന്നിട്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താ പരിപാടി. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വിശദീകരിച്ചു. ആ വിശദീകരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, തബ്ലീഗ് ജമാഅത്തിനെ സലഫികൾ വിഴുങ്ങുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അദ്ദേഹം ഒരു തബ്ലീഗുകാരനാണ് എന്ന് എനിക്ക് തോന്നി. അയാള് തബ്ലീഗ് ജമാഅത്തിനെ സലഫിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാണ്. അപ്പൊ ഞാനത് കേട്ടുകൊടുത്തു. അങ്ങനെ അദ്ദേഹം പിന്നീട് പറഞ്ഞു ചില കാര്യങ്ങൾ. അതിലെനിക്ക് അത്ര അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന വിഷയമായില്ല. ചിലത് അംഗീകരിക്കാൻ പറ്റുന്നതും അയാൾ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ സുന്നത്ത് ജമാഅത്ത് ഒന്ന് എലാസ്റ്റിക് പോലെ ഒന്ന് വലിച്ച് നീട്ടി വലുതാക്കണോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ അതിപ്പോ ഇംഗ്ലീഷിൽ ഒരാൾ ഖുത്ബ ഓതുമ്പോഴേക്ക് ആൾ സുന്നിയല്ല എന്ന് പറയരുത് അദ്ദേഹം പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അതുപോലെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ലോകത്തുള്ള മുസ്ലിംകൾ മുഴുവനും 1300ഓളം കൊല്ലം ജുമുഅ നിസ്കരിച്ചിട്ട് അത് എല്ലാ രാജ്യത്തും നിസ്കരിച്ചിട്ട് ഒരൊറ്റ സ്ഥലത്തും അറബിയിലല്ലാതെ ഖുത്ബ ഒരൊറ്റ മുസ്ലിമും നിർവഹിച്ചില്ലല്ലോ. അപ്പോൾ അത് ആലിമീങ്ങളുടെ അതേ മുസ്ലിമീങ്ങളുടെ ഇജ്മാഇന്റെ സ്ഥാനത്തായതുകൊണ്ടല്ലേ ഫതുൽ മുഈനിൽ ഇത്തിബാഇസ് സലഫി വൽ ഖലഫി മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ, മുൻഗാമികളും പിൻഗാമികളുമായ മുസ്ലിമീങ്ങൾ അവരെ പിന്തുടരൽ നിർബന്ധമാണ്. അതിനെതിരെ ചെയ്താൽ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അറബിയിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞത് നമുക്കൊരു പുതിയത് അല്ലാഹുവിന്റെ റസൂൽ കാണിക്കാത്തത്, സഹാബത്ത് കാണിക്കാത്തത്, മുൻകാല മുസ്ലിമീങ്ങൾ കാണിക്കാത്തത് കൊണ്ടുവന്നാൽ അത് ബിദ്അത്തല്ലേ? ബിദ്അത്തിന് അംഗീകാരം കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിഖഹിന്റെ ചില കിതാബുകളിൽ അതെ ഫർള് അറബിയിലായാൽ പിന്നെ ബാക്കി
ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കൂല എന്ന് ചില കിതാബിലില്ലേ? ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. അവിടുത്തെ ലായദുറുവിന്റെ അർത്ഥം കർമ്മശാസ്ത്രപരമായ ഒരു ചർച്ചയാ. അതെന്താണ്? ഒരാൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ അറബിയല്ലാത്ത ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചാൽ ആ സംസാരിക്കുന്നത് മുവാലാത്ത് മുറിയുന്ന വിധത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടാക്കി 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ഒരു 1.5 മിനിറ്റ് കൂടിയാൽ, ആ 1.5 മിനിറ്റിൽ കൂടുതൽ വേറൊരു ഭാഷ കൊണ്ടുവന്നാൽ അതുവരെ ഓതിയ ഖുതുബ ബാത്തിലാകും. അപ്പോൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അമൽ ബാത്തിലാക്കാൻ പാടില്ല, ഫർളായ അമൽ തുടങ്ങിയിട്ട് ബാത്തിലാക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ഹറാമാണ്. ഒന്ന്. രണ്ടാമത്തേത് 1.5 മിനിറ്റിൽ കൂടിയാൽ ഖുതുബ തന്നെ ബാത്തിലായി. 1.5 മിനിറ്റ് കുറഞ്ഞ സമയം ഒരാള് അറബിയില്ലാത്ത ഭാഷ സംസാരിച്ചാലോ? അങ്ങനെ സംസാരിക്കുമ്പോൾ അതും പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? അതേ ഫത്ഹുൽ മുഈനിൽ വഇസ്മറതു കൗനുഹാ അറബിയ്യതൻ, ഖുതുബ അറബിയിലായിരിക്കൽ നിബന്ധനയാണ് എന്ന് പറയുമ്പോൾ ഖുതുബയിൽ കുറെ ഭാഗം നല്ല ഖുതുബ അറബിയിലാകണം എന്നാണ് പറയുന്നത്. ഖുതുബ അറബിയിലാകണം. അപ്പൊ ഖുതുബയുടെ അർക്കാനുകൾ, ഫർളുകൾ അറബിയിലായാലേ ഫർള് സഹീഹാവുള്ളൂ. അതിന്റെ സുന്നത്തുകൾ അറബിയിലായാലേ സുന്നത്തും സഹീഹാവുകയുള്ളൂ. സഹീഹാകാത്ത വിധം ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ 1.5 മിനിറ്റിൽ കുറഞ്ഞ സമയമാണെങ്കിൽ അങ്ങനെ മറ്റൊരു ഭാഷ കൊണ്ടുവരുമ്പോൾ ഹറാം വരും. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ലായദുറു എന്ന് പറഞ്ഞാൽ ഖുതുബ ബാത്തിലാവൂല എന്നേ അർത്ഥമുള്ളൂ. ഏതുപോലെ നിസ്കാരത്തിന്റെ അവസാനം 2 സലാം വീട്ടൽ ഉണ്ട്. ഒന്നാമത്തെ സലാം ഫർളാണ്, രണ്ടാമത്തെ സലാം സുന്നത്താണ്. എന്നാൽ ഒരാള് ചേർത്ത് വെക്കാത്ത വിധം രണ്ടാമത്തെ സലാം വീട്ടിയാലോ? ഉദാഹരണത്തിന് ആദ്യത്തെ സലാം വീട്ടുമ്പോൾ ഓതുണ്ട്, രണ്ടാമത്തെ സലാം വീട്ടുമ്പോൾ ഓതുമില്ല. എന്നാലോ നിസ്കാരം ബാത്തിലാവൂല, പക്ഷേ ആ സലാം വീട്ടൽ ഹറാമാണ്. ഒതുവില്ലാതെ സലാം വീട്ടിയാൽ ഹറാമാണ്. സാധാരണ സലാം വീട്ടുമ്പോൾ ഓതണമെന്നില്ല. സലാം പറയുമ്പോൾ നിസ്കാരത്തിന്റെ ഭാഗമായ, നിസ്കാരത്തിന്റെ സുന്നത്തായ ഈ സലാം പറയൽ അത് ഒതുവില്ലാതെ ചെയ്യുമ്പോൾ ഹറാമാണ്. ഫത്ഹുൽ മുഈനിൽ കാണാം, അത് ഒതുവില്ലാതെ ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ കാണുമ്പോൾ സലാം ആയിരിക്കുന്നുണ്ട്, അതിന് ഒതുവാണെന്നില്ല. ഇതൊരു ഇബാദത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ ഖുതുബയുടെ ഭാഗമായി നിർവഹിക്കപ്പെടുന്ന സുന്നത്ത്, ആ സുന്നത്ത് അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുമ്പോൾ അത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതാണ് എന്ന് ഞാൻ വിവരിച്ചു കൊടുത്തു. ഒന്നുകൂടി ഞാൻ പറയാം. മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചാൽ ഖുതുബ സഹീഹാകും എന്ന് കിതാബ് പറയില്ലായതു. അപ്പൊ ഒരു ഖതീബ് മുട്ടുപൊക്കലിനിടയിലുള്ള ഒരു തുണി കൊടുത്ത്, പിന്നെ അദ്ദേഹത്തിന്റെ തെരിയനെയൊക്കെ കാണിച്ച്, അദ്ദേഹത്തിന്റെ മാറും കാണിച്ച്, അദ്ദേഹത്തിന്റെ തലയും കാണിച്ച്, ചുമലും മറിച്ചില്ല, തലയും മറിച്ചില്ല, ഒന്നും മറിച്ചില്ല, മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രമേ നിർബന്ധമുള്ളൂ. സത്റുൽ ഔറത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു തുണി കൊടുത്തിട്ട് മിമ്പർമ കയറിയാൽ നിങ്ങൾ ആരും ആ ഖതീബിനെ വെച്ച് പൊറപ്പിക്കോ? അപ്പൊ തന്നെ മിമ്പർമ പിടിച്ചോ. അപ്പൊ ലായദുറു എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞത് ഇപ്പോഴും ചിലർക്ക് അത്തരം വിഷയങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാകാത്തതുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അവസാനം അദ്ദേഹം ഇറങ്ങാൻ പോകുമ്പോ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അവന് ഫോട്ടോ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ നമ്പർ വേണമെങ്കിൽ വാങ്ങിച്ചോളി എന്ന് പറഞ്ഞു. നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും ഫോട്ടോ വേണോന്നാണ്. ഫോട്ടോ അതൊരു വലിയ വിഷയമാണ്. എല്ലാവർക്കും ഫോട്ടോ വേണം, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത്, ഫോട്ടോ ബഹുമാനിച്ചുകൊണ്ട് വെക്കൽ പച്ച ഹറാമാണ്. അത് നമ്മുടെ സ്വന്തം ബാപ്പാന്റെ ഫോട്ടോ ആണെങ്കിലും ചുമരുമലി ബാപ്പാന്റെ ഫോട്ടോ തൂക്കാൻ പാടില്ല, നമ്മുടെ ഉസ്താദിന്റെ തൂക്കാൻ പാടില്ല. ആദ്യം ഫോട്ടോ ബഹുമാനിക്കൽ ഹറാമാണ്. ഫോട്ടോ നിന്ദിക്കുന്ന വിധത്തിലാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് തെറ്റുണ്ടാവില്ല. ചവിട്ടിപ്പോകുന്ന സ്ഥലത്താണ് ഫോട്ടോ ഉള്ളതെങ്കിൽ അത് നിന്ദിക്കുന്ന സ്ഥലത്താണല്ലോ, അതിൽ കുഴപ്പമുണ്ടാവില്ല. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, കുറേ പണ്ഡിതന്മാരെയും തങ്ങന്മാരൊക്കെ ഫോട്ടോ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ ഫ്ലക്സിൽ ബോർഡിലാക്കിയിട്ട് ഇങ്ങനെ വെക്കൽ. അത് പറ്റാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കുക നമ്മൾ കാക്കയൊക്കെ വന്ന് കാട്ടിക്കാൻ സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ പറ്റുമെന്നറിയില്ല. അല്ലെങ്കിൽ ബഹുമാനിച്ചിട്ടാണെങ്കിൽ ഫോട്ടോ ബഹുമാനിക്കാൻ പാടില്ല. ഏതായിരുന്നാലും ശരി, അത് നമുക്ക് ആ സംസ്കാരം വേണ്ടാന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി നെഞ്ഞു കീറി ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി, അതിനുശേഷം വളരെ പവിത്രമായ കാര്യങ്ങൾ അതിൽ സന്നിവേശിപ്പിച്ച് അതിന്റെ മുറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് അത്ഭുതകരമായ വാഹനത്തിൽ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര തുടർന്നു. പോകുന്ന സമയത്ത് 3 സ്ഥലങ്ങളിൽ ഇറക്കി. അവിടെ നിന്ന് 2 റക്അത്ത് വീതം നിസ്കരിപ്പിച്ചു. ഒന്ന് എവിടെയാണ്? ഹദിഹി തൈബത്തു ഫൈലൈഹിൽ മുഹാജറ. ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തു, ഇത് മദീനയാണ്. ഓ നബിയെ, തങ്ങൾ ശേഷം ഹിജ്റ വരികയും പിന്നീട് താമസിക്കുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിപ്പിച്ചു. അതേപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൂരി സൈനാ പർവ്വതത്തിന്റെ മേലെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകപ്പെട്ട സ്ഥലം, അവിടെയും 2 റക്അത്ത് നിസ്കരിപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ബത്ലഹം എന്ന് പറയുന്ന സ്ഥലം, അവിടെയും 2 റക്അത്ത് നിസ്കരിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തുടരുന്നു. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. മൂസാ നബി അലൈഹിസ്സലാം അതേ മറത്തു ബി മൂസാ ലൈലത ഉസ്രിയ ബി, മൂസാ നബിയുടെ സമീപത്ത് കൂടി ഞാൻ ചെന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഖായിമുൻ യുസല്ലി ഫിൽ ഖബർ, ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. വഫാത്തായി പോയ അമ്പിയാക്കൾ, വഫാത്തായി പോയ മഹത്തുക്കൾ സാധാരണക്കാരെ പോലെ അല്ല. അവർക്ക് ഖബറിലും പല പവറും അല്ലാഹു തആല നൽകുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പ്രബോധനത്തിൽ അമ്പിയാക്കളെ നിസാരപ്പെടുത്തി പലതും എഴുതിയ കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ആ കുറ്റം പ്രവർത്തിച്ച ആളാണെന്ന് മൗദൂദി ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദം നബി തെറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമ്പിയാക്കളെ നിസാരപ്പെടുത്തി പലതും പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി. എന്നാൽ അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് 987 ജനുവരിയിലെ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മൂസാ നബി നശിച്ചുപോയി എന്നല്ല പറഞ്ഞത്, ദ്രവിച്ചുപോയി എന്നല്ല പറഞ്ഞത്, മൂസാ നബി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്. അത് തന്നെയാണ് ഖുർആനും പറഞ്ഞിട്ടുള്ളത്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇ. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. നബിയെ, തങ്ങൾ മൂസാ നബിയെ കണ്ടുമുട്ടി, അതിലൊരാളും സംശയിക്കണ്ട എന്ന് ഖുർആൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു. ഹബീബ് നബി തങ്ങൾ അങ്ങനെ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിമിനൽ ളുലമി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ അവിടെ ചെന്നപ്പോൾ അവിടെ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനം ആരുടേതാണ്? അത് പൂർവ്വകാലത്ത് വഫാത്തായി പോയ അമ്പിയാക്കളുടെ സമ്മേളനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാങ്ക് വിളിക്കുന്നു, ഇഖാമത്ത് വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുന്നു. ബേക്കിൽ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നബി തങ്ങളെ പിന്തുടർന്ന് നിസ്കരിക്കുന്നു. അല്ലാഹു അവന്റെ മഹത്തുക്കൾക്ക് നൽകുന്ന സ്ഥാനം അതിവിടെ ഒരു പുത്തൻവാദിയും ചോദ്യം ചെയ്യണ്ട. ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നവരാണെങ്കിൽ, ഇസ്ലാമിന്റെ പ്രമാണം അംഗീകരിക്കുന്നവരാണെങ്കിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അമ്പിയാക്കള് ഭൂമിയിൽ വന്ന്, അതേ ഭൂമിയുടെ ഉപരിഭാഗത്ത് വന്ന് നബിതങ്ങളുടെ കൂടെ അമ്പിയാക്കൾ തുടർന്ന് നിസ്കരിക്കുന്നു. അവിടെ ചില പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ആ മുർസലീങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു നിർദ്ദേശിക്കുന്നു. അതാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ ഏതെങ്കിലും ദൈവങ്ങളെ അതേ പരിചയപ്പെടുത്താൻ വല്ല മുർസലീങ്ങളെയും അയച്ചിട്ടുണ്ടോ?
ഇല്ല ഇല്ല, സർവ മുർസലീങ്ങളും ഇവിടെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ആദരിക്കപ്പെടാൻ പലതുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഅബ ആദരിക്കപ്പെടേണ്ട വസ്തുവാണ്. ഹജറുൽ അസ്വദ് ബഹുമാനിക്കപ്പെടേണ്ട കല്ലാണ്. അതേ, ആ ഹജറുൽ അസ്വദിന്റെ സമീപത്ത് നിന്ന് നബി തങ്ങൾ തന്നെ കരഞ്ഞ് ദുആ ചെയ്തിട്ടില്ലേ? ആ ഹജറുൽ അസ്വദിന്റെ മേലെ ഹജറുൽ അസ്വദ് അവിടുന്ന് ചുംബിച്ചിട്ടില്ലേ? അതേ, അതിന് പല ആദരവുകളും ആ കല്ലിനുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. കഅബ ശരീഫോ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. അതിന് ബഹുമാനമുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ, നമ്മുടെ ഇൽമെഴുതിയ കടലാസിന് ബഹുമാനമുണ്ട്, കിതാബിന് ബഹുമാനമുണ്ട്. നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന കിതാബുകളിലെ പുസ്തകങ്ങളിലെ അതിന് ബഹുമാനമുണ്ട്. അതൊരിക്കലും തന്നെ നമ്മൾ പഴകിയാൽ അതേ പഞ്ചസാര ചുരുട്ടാനോ ചായപ്പൊടി ചുരുട്ടാനോ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അത് കൊണ്ടുപോയി പീടികയിൽ വിൽക്കാൻ പറ്റില്ല. അതേ മദ്രസയിലെ പുസ്തകങ്ങൾ. അതേ, എന്നാൽ പിന്നെ മുസ്ഹഫിന്റെ കാര്യം ഞാൻ പറയണോ? അതിന് വലിയ ബഹുമാനമുണ്ട്. ഒന്നുമില്ലാതെ തൊടാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങി വലിയ ആദരവ് മുസ്ഹഫിന് കൽപ്പിക്കേണ്ടതുണ്ട്. ഇൽമെഴുതിയ ഏത് കടലാസിനും ബഹുമാനം കൽപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മാസികയോ വാരികയോ ആണെങ്കിൽ പോലും അല്ലാഹുവിന്റെ പേരോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരോ മലക്കുകളുടെ പേരോ സഹാബികളുടെ പേരോ ഔലിയാക്കളുടെ പേരോ അങ്ങനെ ആദരിക്കപ്പെടേണ്ട പേരുകളോ പടച്ചവന്റെ നാമങ്ങളോ ആദരിക്കപ്പെടേണ്ട ഇൽമുകളോ അങ്ങനെ എന്തുണ്ടെങ്കിലും അതുള്ള കടലാസിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. നമുക്ക് വലിയ ഉപകാരം ചെയ്ത ഉമ്മ ബാപ്പമാരെ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. നാട്ടിൽ പള്ളിയും മദ്രസയും ദീനീ സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്തുന്ന നമ്മുടെ കാരണവന്മാരില്ലേ, നാട്ടിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികളില്ലേ, അവർക്കും ആദരവ് നൽകേണ്ടതുണ്ട്. അവരില്ലെങ്കിൽ നമ്മുടെ മദ്രസകൾ ശരിക്ക് നടക്കില്ലായിരുന്നു, പള്ളികൾ കൃത്യമായി ആചാരം നടക്കില്ലായിരുന്നു. അവരാരും ശമ്പളം പറ്റാതെ സേവനം ചെയ്യുന്നവരാണ്. അവരോട് സമൂഹത്തിന് ആദരവ് വേണം. ഇതുപോലെ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഗുരുനാഥന്മാരില്ലേ, മുഅല്ലിമീങ്ങളില്ലേ, അതുപോലെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളില്ലേ, ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളില്ലേ, അവരോടെല്ലാം നമ്മുടെ മനസ്സിൽ ആദരവ് വേണം. ആകയാൽ ആദരവ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പലതിനോടും ആദരവ് വേണം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധന അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അവനെ ആരാധനക്കർഹനുള്ളൂ. അതാണല്ലോ കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചത്. അതാണ് നബി തങ്ങളോട് പറയുന്നത്, അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ, ആരാധിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ വല്ലതിനെയും ആക്കിയിട്ടുണ്ടോ എന്നീ മുർസലീകളോട് ചോദിക്കൂ നബിയേ. മിഅ്റാജിന്റെ ഇസ്രാഇന്റെ ആ സമയത്ത് നബി തങ്ങളുടെ മുമ്പിൽ അമ്പിയാക്കളെ ഹാജരാക്കി ചോദിക്കാൻ പറയുകയാണ്. ഹബീബ് നബി തങ്ങൾ പറയുന്നു, ചോദിക്കേണ്ടതില്ല, എനിക്കക്കാര്യം ഉറപ്പാണ്. എന്നാലും പടച്ചവൻ പറഞ്ഞതിനാൽ ചോദിക്കുന്നു എന്ന നിലക്ക് മുർസലീങ്ങളോട് ചോദിക്കുകയും അവർ കൃത്യമായി മറുപടി പറയുകയും ചെയ്തതായി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ പോയ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. എന്തിനാണ് ഇസ്രാ നടത്തിയത്? ഇസ്രാഇനോടനുബന്ധിച്ച് നടന്ന കാര്യമാണ് മിഅ്റാജ്. മിഅ്റാജ് എന്ന് പറയുന്നത് അവിടുന്ന് മേൽപോട്ട് ആകാശലോകത്തേക്ക് പോയ പോക്കിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഇസ്രാ മിഅ്റാജ് രണ്ടാണ്. ഹജ്ജ് ഉംറ എന്ന് പറയുമ്പോൾ ഹജ്ജ് എന്ന് വേറെയാണ്, ഉംറ എന്ന് വേറെയാണ്. രണ്ടും കൂട്ടിയിട്ട് ഒന്നായിട്ട് നടത്താനുള്ള വകുപ്പുണ്ട്. രണ്ടും ഒന്നായിട്ടാണ് നടന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, അല്ലാഹുവിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹുവിന്റെ അടിമ എന്നാണ് പറഞ്ഞത്. എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണല്ലോ, അവനല്ലേ ഉടമസ്ഥൻ. ആ അടിമ എന്ന പ്രയോഗം ശരീരത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ഒന്നിച്ചു പറയുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ അൻസല അലാ അബ്ദിഹി എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ആത്മാവിന് ഖുർആൻ ഇറക്കി കൊടുത്തു എന്നല്ല, നബി തങ്ങൾക്ക് ഇറക്കി കൊടുത്തു എന്നാണ്. ശരീരവും ആത്മാവും രണ്ടും കൂടിയതാണ്. ഇതുപോലെ സുബ്ഹാനല്ലദീ അസ്റാ
ബിഅബ്ദിഹി എന്ന് ഖുർആൻ പറയുമ്പോൾ നബി തങ്ങളുടെ ഇസ്റാ അത് ആത്മാവിന് മാത്രമല്ല ശരീരത്തിനും കൂടിയാണെന്നത് ആ വാക്ക് തന്നെ അറിയിക്കുന്നുണ്ടെന്ന് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാര് വിവരിച്ചത് കാണാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ മേൽപോട്ടേക്ക് പോവുകയാണ്. അതെ, അത് ബുറാഖിന്റെ മേലെയല്ല, അതേ മേൽപോട്ടേക്ക് അല്ലാഹു തആല വേറെ സംവിധാനം വെച്ച് മേൽപോട്ടേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ബുറാഖിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് ഹദീസിൽ നമുക്ക് കാണാം, പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായ വാഹനമായ ബുറാഖ് കണ്ണെവിടെയാണോ പതിയുന്നത് അവിടെ കാലെടുത്തു വെക്കുന്ന സ്പീഡാണതിന്. ആ ബുറാഖ് എന്ന വാഹനം പള്ളിയുടെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ബന്ധാക്കിയിട്ടുണ്ട്, പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അത് ഹദീസിൽ കാണാം. അതെന്തിനാണ് അങ്ങനെ റിപ്പോർട്ടിൽ പറഞ്ഞത്? അത് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാനാണ് ആലിമീങ്ങൾ വിശദീകരിക്കുന്നു. എന്താ? വാഹനം നിർത്തുമ്പോ പാർക്കിങ്ങിൽ നിർത്തണം. എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം. എവിടെയാ കൊണ്ടുപോയിട്ട് ബുറാഖിനെ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിയത്? അത് മറ്റുള്ള അമ്പിയാക്കളെല്ലാം കെട്ടിയ അതേ വട്ടക്കട്ടിയോടാണ്. പാർക്കിങ്ങിൽ നിർത്തണം, വണ്ടി എവിടെയെങ്കിലും ഇട്ട് പോകാൻ പാടില്ല. അതേപോലെ അത് പാർക്ക് ചെയ്യേണ്ടതുപോലെ പാർക്ക് ചെയ്യണം. ചില കല്യാണത്തിന്, അതുപോലെ ചില ഉറൂസിനൊക്കെ നമ്മൾ പോകുമ്പോ, കാറിൽ പോകുമ്പോ സുബ്ഹാനല്ലാഹ് പോകാൻ കഴിയൂല. കാരണം നമ്മുടെ ചെറുപ്പക്കാരുണ്ടാവും ഈ മോട്ടോർ ബൈക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചേരിച്ച് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ വേറൊരു വണ്ടിക്ക് അതിൻ്റെ ഇടയ്ക്കൂടി പോകാനാ പറ്റും. അങ്ങനെ നിർത്തരുത്. നിർത്തുമ്പോൾ എങ്ങനെ നിർത്തണം? ഒരു വണ്ടിക്ക് പോകാനുള്ള ചാൻസ് അവിടെ വെച്ചിട്ടേ നിർത്താം. അതൊക്കെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്, അല്ലാതെ എങ്ങനെങ്കിലും ഇട്ട് പോകാൻ പാടില്ല. അതേപോലെ വാഹനം നിർത്തി പോകുമ്പോൾ വാഹനത്തിന് അതാ ഓഫാക്കിയിട്ട് താക്കോലെടുക്കണം. അല്ലെങ്കിൽ എന്തോരും കുറ്റ്യാടിയിൽ ഈ അടുത്ത് 2 ആഴ്ച മുമ്പ് ഒരു കാറിൽ കുറച്ച് ആളുകൾ വന്നു. അങ്ങനെ അവർ അവിടെ സിറാജുൽ ഹുദയുടെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് കയറി, ഹൈപ്പർ മാർക്കറ്റിലേക്ക്. അവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരവിടെ കയറിയപ്പോൾ ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയെ പെൺകുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടീനെ കാറിൽ അവിടെ നിർത്തി, കാറ് എന്റെ ചാവിയും അതിൽ തന്നെ വെച്ച് അവര് കടയിലേക്ക് കയറി. അവർ കടയിൽ കയറി തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാറും ഇല്ല, കുട്ടിയില്ല. കാറും എടുത്താരോ പോയി തന്നെ കുട്ടീനെയും കൊണ്ട്. അവര് വേറൊരു വണ്ടി എടുത്ത് പിന്നാലെ ഓടി അവസാനം പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ആ കാർ ഓഫാക്കാതെ, കുട്ടിയെ കൂടെ കൂട്ടാതെ ഈ ചെറിയ കുട്ടിയെ കാറിലിട്ട് അതിൽ തന്നെ താക്കോലും വെച്ചു കൊടുത്ത് പോയത് കൊണ്ടാണ്. എന്റെ ബാപ്പ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ബാപ്പ തേങ്ങ കച്ചവടക്കാരനായിരുന്നു. തേങ്ങയുടെ കച്ചവടം, അടക്കയുടെ കച്ചവടം, മുളകിന്റെ ഒക്കെ കച്ചവടം നടത്തിയ ഒരു കച്ചവടക്കാരനായിരുന്നു. ഞാനൊരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ച ആളല്ല, ഞാനൊരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ച ആളല്ല. പക്ഷേ എന്റെ ബാപ്പ എന്നെക്കാൾ നല്ല ആളായിരുന്നു. എനിക്ക് ഇന്നേ വരെ ബാപ്പ ഖുർആൻ ഓതി അതുപോലെ ഓതാൻ കഴിഞ്ഞിട്ടില്ല. ബാപ്പയെ പോലെ ഭക്തിയിൽ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ മൂല്യാരെക്കാളും നന്നാവും സാധാരണക്കാരൻ. എന്റെ ബാപ്പ എന്നെക്കാൾ നല്ല ആളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാകട്ടെ. അതുകൊണ്ടാണ് ബാപ്പ എന്നെ ദർസിൽ പറഞ്ഞയച്ചത്, കച്ചവടത്തിനല്ല അയച്ചത്. അത് ബാപ്പ എനിക്ക് ഇത് ഏറ്റവും വലിയ ഉപകാരമാണ്. അല്ലെ, നിങ്ങളെ പരിചയപ്പെടാൻ കഴിയുമോ? ഞാനും ഉണ്ടാവും ഏതെങ്കിലും തേങ്ങ കച്ചവടം കൊണ്ട് നാട്ടിൽ, അല്ലേ ദുബായിൽ ഇരിക്കട്ടെ. ബാപ്പയുടെ ഞങ്ങളെ തറവാട് വീട്ടിന്റെ മുന്നിൽ ബാപ്പ വിലക്ക് വാങ്ങിയ കുറേ തേങ്ങ ഉണ്ടാവും. കുറച്ചൊക്കെ നമ്മളെ പറമ്പെന്ന് പറിച്ചതും ഉണ്ടാവും. അങ്ങനെ തേങ്ങ ഉണ്ടാവും. തേങ്ങ കൊണ്ടുപോകുന്ന ഒരു ഉപകരണം ഉണ്ട്. ഞങ്ങളവിടെ കൂട്ടാന്നാ പറയാ. ഇവിടെ എന്താ പറയാ? കൊട്ടാന്ന, ബട്ടിയാ. അപ്പൊ ഈ ബട്ടിയിൽ തേങ്ങ കൊണ്ടുവന്ന് മുറ്റത്ത് നിറയെ തേങ്ങ ഉണ്ടാവും. അപ്പൊ വാപ്പ പറയും, ആ ബട്ടി, ആ കൂട്ട അത് റൂമിൽ വെച്ച് കൂട്ടണം രാത്രി. നമ്മളിങ്ങനെ ആലോചിക്കും, അതെന്തിനു കൂട്ട? ഇത്രയും തേങ്ങ ഇവിടെ ഉണ്ടായിട്ട് കൂട്ട കൊണ്ടുപോയിട്ട്. അതിന് ബാപ്പാന്റെ മറുപടി എന്താ അറിയോ? തേങ്ങ കള്ളു നടത്താൻ വേണ്ടി ആർക്കും വരുന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടയെ കൊണ്ടുപോകണ്ട, അവര് കൊട്ട കൊണ്ടുവന്നോട്ടെ. അവര് കൊണ്ടുവന്ന വട്ടയിൽ വേണമെങ്കിൽ കൊണ്ടുപോയാൽ തിരക്കില്ല. നമ്മളെ കൊട്ട കൊണ്ട് നമ്മളെ തേങ്ങ വെക്കാൻ അവസരം ഉണ്ടാക്കണ്ട. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ ഇപ്പോ ഈ ചെറിയ കുട്ടിയെ അവരുടെ കാറിൽ തന്നെയല്ലേ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്? അപ്പൊ വെറുതെ അല്ല, ബുറാഖ് എന്ന വാഹനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്പെഷ്യലായി വന്ന വാഹനം ഓടിപ്പോകുന്നില്ല. അത് റസൂലുള്ളാഹിനെ കാത്തിരിക്കാതിരിക്കുമോ? പക്ഷേ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എത്ര വലിയ ആളായാലും, ഏത് കറാമത്തുള്ള ആളായാലും, നബി തങ്ങളെ പോലെയുള്ള ആളായാൽ പോലും
കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതേ, അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്ന ആളാണെങ്കിലും കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. അതിനാൽ വാഹനം ഓഫാക്കേണ്ട സ്ഥലത്ത് ഓഫാക്കണം, താക്കോലെടുക്കേണ്ട സ്ഥലത്ത് താക്കോലെടുക്കണം. അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അതാ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങൾ തിരിവിളക്ക് കത്തിച്ചു വെച്ച് ഉറങ്ങാൻ പാടില്ല. ചിലപ്പോൾ ചുണ്ടലികൾ വന്ന് അതിലൊരു തിരി കടിച്ചു കൊണ്ടുപോയി വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇട്ട് അതിനാൽ തീപിടിച്ച് നിങ്ങൾ തന്നെ മരിച്ചുപോയാലോ, അതിനാൽ നിങ്ങൾ തിരിവിളക്ക് കത്തിച്ചു വെച്ച് ഉറങ്ങാൻ പാടില്ല. എല്ലാവരും എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നബിയുനൽ ആമിറുൻ നഹി ഫല അഹദു അബറ ഫി ഖൗലി ലാ മിൻഹു വലാ നഅമീ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരുന്നോളൂ. എല്ലാ കാര്യവും പഠിപ്പിച്ചു തന്ന തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. കുവൈത്തിൽ വെച്ച് 3 ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞ ആഴ്ചയിൽ. നിങ്ങളൊരു പക്ഷേ പത്രത്തിൽ വായിച്ചു കാണും. എങ്ങനെയാണ് മരിച്ചുപോയത്? നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് തമിഴ്നാട്ടുകാരാണ്. അവര് തീക്കായാൻ വേണ്ടി കുറച്ച് തീ കൂട്ടി. അവിടുന്ന് തീക്കാഞ്ഞതിന് ശേഷം റൂമിലേക്ക് പോകുമ്പോൾ ഒരു തീയുടെ കനലുമെടുത്തിട്ട് അവർ റൂമിലേക്ക് പോയി. റൂമില്ല, കനലവിടെ വെച്ചു. വാതിലടച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ 3 ആളും മരണപ്പെട്ടു പോയി. കാരണം ആ തീയിന്റെ പുക സഹിച്ച് ശ്വസിച്ച് മരണപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും നിസ്കാരം മാത്രം പഠിപ്പിച്ച നേതാവല്ല, വെറും നോമ്പ് മാത്രം പഠിപ്പിച്ച നേതാവല്ല, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ അങ്ങനെ കത്തിച്ചു വെച്ച് കിടന്നുറങ്ങരുത് എന്ന് നേരത്തെ എവിടുന്ന് പറഞ്ഞില്ലേ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മിഅ്റാജിന് പോയ സമയത്ത്, അതേ ഇസ്രായിന് വേണ്ടി പോയ സമയത്ത് പല സംഭവങ്ങളും അങ്ങനെ നടന്നിട്ടുണ്ട്. അതിരിക്കട്ടെ, മേൽപോട്ടേക്ക് ചെന്നു 1-ാമത്തെ ആകാശത്തിനടുക്കലെത്തിയപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിന്റെ ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആരാണ് എന്ന് ചോദിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ ജിബ്രീലാണെന്ന് മറുപടി പറയുന്നു. അങ്ങനെയാ പറയേണ്ടത്. നമ്മൾ വാതിലിൽ പോയി മുട്ടി രാത്രി പാതിരക്ക്. അപ്പോ ഉള്ളിന്ന് ചോദിച്ച് ആരാ? ഞാനാന്ന് പറയരുത്. ഞാന് അങ്ങനെ ഞാനെന്ന് പറയുന്നത് ഞാൻ ഇന്നാളാണെന്ന് പറയണം. അല്ല ജിബ്രീൽ, ഞാൻ ജിബ്രീലാന്ന് പറയണം. അല്ലാതെ ചിലരുണ്ട് എത്ര ചോദിച്ചാൽ അത് ഞാനാ ആളെ പേര് പറയണം. ഈ അടുത്ത് ഞാനൊരു ദിവസം വണ്ടിയിൽ ഇങ്ങനെ പോകും, കാറിൽ, വിദേശത്ത്. അപ്പൊ എന്റെ ഡ്രൈവ് ചെയ്യുന്ന ഒരാള് ഞാനുമായി വളരെ അടുപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് ഫോണ് വരുന്നു. അദ്ദേഹം ചോദിക്കുന്നു ഫോണിൽ ആരാ? അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് മറുപടി പറയുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ നിങ്ങളെ പാർട്ട്ണറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് നല്ല മറുപടിയാണ്. ഞാൻ നിങ്ങളെ പാർട്ട്ണറാണ്. ശരിയല്ലേ? ഭാര്യമാർ പാർട്ട്ണർമാർ എന്നല്ലേ? അത്ര പാർട്ട്ണറായിട്ട് വേറെ ആരുമില്ലല്ലോ. നമ്മൾ അങ്ങനെ തന്നെ കരുതിയും വേണം. നമ്മുടെ ഭാര്യമാർ പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാമോ വൃത്തികളാക്കി എന്തെല്ലാമോ പറയാനും എന്തെല്ലാമോ ചെയ്യാനുള്ള കക്ഷികളാണ് എന്നൊരു ധാരണ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പാർട്ട്ണർമാരാണ്. അതേ, ഒരു കുട്ടി ജനിച്ചാൽ 2 ആളും പാർട്ട്ണറാണ്. പക്ഷേ പെണ്ണുങ്ങൾക്ക് ലാഭമുള്ള പാർട്ട്ണറാട്ടോ. കാരണം 5 ദിവസം ചെലവിന് അവൾ കൊടുക്കണ്ട, നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ്. ലാഭം തീർത്തും അവർക്കും നമുക്കും ഒരുപോലെ. അതേസമയത്ത് ചെലവ് നമുക്ക്, മകന്റെ ചെലവ് നമ്മൾ കൊടുക്കണം, മകളെ ചെലവ് നമ്മൾ കൊടുക്കണം, അവളെ ചെലവ് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ്. പുരുഷന്മാർക്കാണ് അതൊക്കെ നിർബന്ധമാക്കിയത്, സ്ത്രീകൾക്കല്ല. സ്ത്രീകൾക്ക് അല്ലാഹു തആല ഒരുപാട് ഇളവ് കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് ഇസ്ലാമിൽ. പക്ഷേ അത് കണ്ട് അസൂയ പൂണ്ട കുറേ ഇസ്ലാമിന്റെ വിരോധികളുണ്ട്. പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല ഖുർആനിലും ഹദീസിലും കൊടുത്ത സ്ഥാനം, അവർക്കുള്ള സ്വാതന്ത്ര്യം, 5 ദിവസം കൊണ്ടുവരേണ്ട എല്ലാം നമ്മൾ കൊടുക്കും, വസ്ത്രവും നമ്മൾ കൊടുക്കും, പാർപ്പിടവും നമ്മൾ കൊടുക്കും, ഭക്ഷണവും നമ്മൾ കൊടുക്കും, എല്ലാം നമുക്ക് ബാധ്യത മുഴുവനും. അത് കണ്ട് അസൂയ പൂണ്ട കുറെ മതവിരോധികളുണ്ട്. അവർ പാവം പെണ്ണുങ്ങളെ പറഞ്ഞ് പറ്റിക്കും. എങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആണ്ടേ, ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളാവും. തുല്യത വേണമെന്നാ ചിലർ പറയുന്നത്. എപ്പോഴെങ്കിലും തുല്യത ഇല്ല. ഇടത്തെ കാലിന്റെ ചെരുപ്പും വലത്തെ കാലിന്റെ ചെരുപ്പും തുല്യമായ പിന്നെ ഓരോ കാലിലും പറ്റുമോ? അത് തുല്യാവാൻ പറ്റില്ലല്ലോ. നല്ല എടുത്തുള്ളൂ. ഇതുപോലെ ആണും പെണ്ണും ആണെ തന്നെ തുല്യത ഇല്ലായിരിക്കട്ടെ. ഓ സഹോദരന്മാരെ, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പാർട്ട്ണർമാരാണ് എന്ന ആ ഭാഷ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതേ നിലപാട് നമ്മളും കാണിക്കണം. ഭാര്യ എൻ്റെ കൂട്ടുകാരിയാണ്, അല്ലാതെ എനിക്ക് വൃത്യപ്പണി എടുക്കേണ്ട ആളല്ല, അടിമപ്പണി എടുക്കേണ്ട ആളല്ല.
അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർ വേറൊരു പാർട്ട്ണറെ ചീത്ത വിളിക്കോ? ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കൂറും സ്നേഹവുമല്ലേ. അങ്ങനെയാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ജീവിക്കേണ്ടത്. ഒരിക്കലും തന്നെ ഞാനൊരു ഭരിക്കുന്ന ആളാണെന്നും ഒരു ഭരിക്കപ്പെടുന്ന ആളാണെന്നും ഉള്ള ധാരണ ഉണ്ടാകാൻ പാടില്ല. പരസ്പരം സ്നേഹത്തോടെ, അതേ സൗഹാർദ്ദത്തോടെ, പരസ്പരം രഞ്ജിപ്പോടെ, പരസ്പരം നല്ല ഭാഷയിൽ. ഒരിക്കലും ഭാര്യയെ പ്രതിപക്ഷത്ത് നിർത്തരുത്, ഭർത്താവിനെ പ്രതിക്കൂട്ടിലാക്കരുത്. വളരെയേറെ സ്നേഹത്തോടു കൂടിയാണ് രണ്ടുപേരും ജീവിക്കേണ്ടത്. ആ സ്നേഹം കണ്ട് ആസ്വദിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ. പാപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹം, ആ സ്നേഹം കണ്ടിട്ടാണ് മക്കൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കേണ്ടത്. നേരെ മറിച്ച് വീട്ടിലെത്തിയാൽ പാപ്പ ഉമ്മയെ ചീത്ത വിളിക്കുന്നു, ഉമ്മയാണെങ്കിലോ ബാപ്പയുമായി പിണങ്ങുന്നു, ഉമ്മ ബാപ്പയുടെ കുറ്റം പറയുന്നു. അങ്ങനെ കാണുന്ന മക്കൾക്ക് മനസ്സമാധാനം ഉണ്ടാകൂല. മനസ്സമാധാനമില്ലാത്ത ആ മക്കൾക്ക് പഠിച്ചാൽ തലയിൽ കയറൂല, അവർക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടൂല, അവർക്ക് പുരോഗമിക്കാൻ കഴിയൂല. ആ മക്കൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഈ ബാപ്പയും ഉമ്മയും തമ്മിൽ തെറ്റി ജീവിക്കുന്നത് കൊണ്ട് സംഭവിക്കും. അതിനാൽ അതിന് വകുപ്പുണ്ടാക്കരുത്. ഒന്ന്. രണ്ടാമത്തത്, അതേ ഖുർആൻ പറഞ്ഞില്ലേ, ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലയ്ക്ക് പെരുമാറണമെന്ന് ഖുർആൻ. ആ നല്ല നിലക്കുള്ള പെരുമാറ്റം അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിർദ്ദേശമാണ്. അതനുസരിച്ച് ജീവിക്കണം. അതുപോലെ തന്നെ സ്ത്രീകളെ മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച സ്ത്രീ സ്വർഗത്തിൽ കടന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. ഭർത്താവിന്റെ പൊരുത്തം കിട്ടാൻ ഞാൻ നല്ല ഒരു പരിപാടി പറഞ്ഞു തരട്ടെ ഉമ്മമാരെ. ഭർത്താവിന്റെ ഉമ്മാന്റെ പൊരുത്തം ഭർത്താവിന് സമ്പാദിച്ചു കൊടുക്കണം. ഭർത്താവിന്റെ ബാപ്പയുടെ പൊരുത്തം ഭർത്താവിന് സമ്പാദിച്ചു കൊടുക്കണം. അതെങ്ങനെ? ആ ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയും തീരെ അവശയായി കിടക്കുമ്പോ, പ്രായമായി വീട്ടിൽ കിടക്കുമ്പോ, അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ, ചിലപ്പോൾ അവരുടെ സ്വന്തം മകളെ അവർക്ക് ശുശ്രൂഷയ്ക്ക് ലഭിക്കൂല. കാരണം അവൾ വേറെ ഒരു ഭർത്താവിന്റെ കൂടെ ചിലപ്പോൾ ഖത്തറിലോ ദുബായിലോ ആയിരിക്കും. അപ്പോൾ സ്വന്തം മകന്റെ ഭാര്യ, ആ മകന്റെ ഭാര്യ ഈ ഉമ്മയെ അല്ലെങ്കിൽ ഉമ്മാമയെ അല്ലെങ്കിൽ ബാപ്പയെ ഉപ്പാപ്പയെ പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് ശുശ്രൂഷിച്ചാൽ, ഓ പെൺകുട്ടികളെ, നിങ്ങൾക്ക് പടച്ചവന്റെ കാരുണ്യം എത്രയാണ് ചൊരിക്കുന്നതെന്നോ, പടച്ചവൻ എത്രയാണ് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സമ്മാനം തരുന്നതെന്നോ. നിങ്ങൾ പ്രായമാകുന്ന സമയത്ത് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങളുടെ മക്കളുടെ ഭാര്യമാരും നിങ്ങൾക്ക് അതാ ആളുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്നത് ഏത് വഴിയിലാണെന്നോ പ്രവചിക്കാൻ വയ്യ. നിങ്ങൾക്ക് വലിയ നന്മകൾ പടച്ച റബ്ബ് തരും, സംശയം വേണ്ട. മൻ ഖദമ ഖുദീമ, ആരാണോ മറ്റൊരാൾക്ക് ഖിദ്മത്തെടുക്കുന്നത് അവർക്ക് ഖിദ്മത്തെടുക്കാൻ അല്ലാഹു തആല ഖിദ്മത്തിന് ആവശ്യമുള്ള സമയത്ത് പടച്ചവൻ ആളെ കൊണ്ടുവരും, സംശയം വേണ്ട. ഇരിക്കട്ടെ, ഭർത്താവും ഭാര്യയും തമ്മിൽ സന്തോഷത്തിലാണ് ജീവിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഒന്നാം ആകാശത്തിന്റെ അടുക്കലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു. അതേ, ആരാണ് കൂടെ എന്ന് ചോദിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, സാധാരണ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്തേക്ക് പോവുകയും വരികയും ചെയ്യുമ്പോൾ ഇങ്ങനെ തുറക്കാൻ പറയുന്ന പതിവുണ്ടാവുകയില്ലായിരിക്കാം. തുറക്കാൻ പറഞ്ഞത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ കൂടെ ആരാണുള്ളതെന്ന ചോദ്യം വന്നത്. ഏതായിരുന്നാലും ശരി, അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും മറുപടി പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, ആ നബിയെ അയക്കപ്പെട്ടുവോ? അഥവാ ആ നബിയെ ആകാശ ലോകത്തേക്ക് അയക്കപ്പെട്ടുവോ എന്നായിരിക്കണം അതിന്റെ ഉദ്ദേശം. അതേ മറുപടി പറയുന്നു. വാതിൽ തുറക്കുന്നു, നബി തങ്ങളടക്കം കയറുന്നു. അവിടെ കാണുന്നു നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഓ നബിയേ, ഇതാദൻ നബിയാണ്, സലാം പറയൂ. നബി തങ്ങൾ സലാം പറയുന്നു. ആദൻ നബി അലൈഹിസ്സലാം സലാം അടക്കുന്നു. മർഹബൻ ബിൻ നബി സാലിഹ് വൻ നബി സാലിഹ് എന്ന് പറഞ്ഞ് സ്വാഗതം പറയുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഓരോ ആകാശ ലോകത്തും ചെല്ലുമ്പോൾ അതാത് സ്ഥലത്തുള്ള നബിമാർ നബി തങ്ങൾക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നു. സലാം പറയുമ്പോൾ മടക്കുന്നു.
നടക്കുന്നു, അവര് സ്വാഗതം പറയുന്നു. അങ്ങനെ 6 ആകാശത്തിലെത്തുമ്പോ നേരത്തെ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ട മൂസാ നബി അലൈഹിസ്സലാം 6ാമത്തെ ആകാശത്തിലുണ്ട്. അവിടുന്ന് മേലേക്ക് കയറിയപ്പോൾ 7ാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. നബിതങ്ങൾ അവിടുന്ന് മേൽപോട്ടേക്ക് പോവുകയാണ്. അമ്പിയാക്കള് അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ ആകാശത്തിലെത്തിയതാണ്. ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മേൽപോട്ടേക്ക് പിന്നെയും പോയി സിദ്റത്തുൽ മുൻതഹ എന്ന മരവും അതിനപ്പുറവും ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കണ്ടു. പക്ഷെ അവിടെയൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധ തിരിഞ്ഞില്ല. മാസാഖൽ ബസറു വമാ തഗാ. നബിതങ്ങൾ അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തേക്കുള്ള പ്രയാണത്തിലാണ്. അല്ലാഹുവിനെ കാണണം എന്ന ഉത്കടമായ ആഗ്രഹത്തിലാണ്. സ്വർഗവും നരകവും ഒക്കെ അല്ലാഹു കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ആ നബിതങ്ങൾ പാവപ്പെട്ട നമുക്ക് ശഫാഅത്ത് ചെയ്യേണ്ട നേതാവാണ്. പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് സാധുക്കളായ നമുക്ക് വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യേണ്ട നേതാവായ നബിതങ്ങൾ നരകം കണ്ട് പേടിച്ചു പോയാൽ പറ്റൂല, സ്വർഗം കണ്ടിട്ട് അതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയാലും പറ്റൂല. അതൊക്കെ നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ശ്രദ്ധ മുഴുവനും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ ആകണം. അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും ലഭിക്കാത്തൊരു അനുഗ്രഹം നൽകണം. അല്ലാഹുവിനെ കാണാനുള്ള അനുഗ്രഹവും അല്ലാഹു നൽകുന്നു. അങ്ങനെ പോയി എല്ലാ സ്ഥലങ്ങളിലും പോയി അങ്ങനെ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യവും ലഭിക്കുന്നു. ഇത് പറയുമ്പോ ചിലപ്പോൾ പുത്തൻവാദികളായ സെൽഫികൾ പറയും, കണ്ടോ പടച്ചോ മേലെയാണെന്ന് മനസ്സിലായില്ലേ? ഈ മേലെയും തായൊക്കെ അള്ള പടച്ചതാ, ആകാശഭൂമിയൊക്കെ അള്ള പടച്ചതാ. അള്ളാഹുവിനെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹ് മേലെയും തായില്ല, ഇപ്പോൾ മേലെയും തായില്ല. അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. പക്ഷേ സൃഷ്ടിക്ക് സ്ഥലം വേണം. എനിക്ക് നിൽക്കാനോട് സ്ഥലം വേണം, നിൽക്കാനോട് സ്ഥലം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിനെ കാണുമ്പോൾ നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? അതാ മേലെ. അല്ലാതെ റസൂലുള്ളാഹിക്ക് അല്ലാതെ അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹ് മേലെയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, തായാന്ന് വിശ്വസിക്കാൻ പാടില്ല. ഏതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംഭാഷണം നടത്തി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് എവിടുന്നാ? കടലിന്റെ ചോടയെന്നാ. അള്ളാഹിനോട് നീ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. അതുകൊണ്ട് അള്ളാഹ് നേരം കടലിന്റെ ചോടയാണ് എന്നാലും പറയാം. നമുക്ക് അല്ലാഹു ദുആക്ക് ഏറ്റവും ഉത്തരം നൽകുന്ന ഒരു സ്ഥലമാണ് സുജൂദിൽ. നമ്മൾ നെറ്റി ഭൂമിയിൽ വെക്കുമ്പോൾ അഖ്റബുമായ ഖുർബൻ മിർ റബ്ബിഹി, പടച്ചവനായിട്ട് ഏറ്റവും അടുത്ത സമയം എന്നാ, അടുത്തത് എന്ന് പറഞ്ഞു ഭൂമിയിൽ വെക്കുമ്പോൾ. എന്നാൽ അല്ലാഹു തആല ആ സമയത്ത് ഭൂമിന്റെ അടിയിലാ എന്നല്ല. മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല സ്ഥലം കൊടുത്തത് എവിടെയാ? തൂർ സീനാ പർവ്വതത്തിൽ കൊടുത്തു. അല്ലാഹു തആല തൂർ സീനാ പർവ്വതത്തിൽ അല്ല, ഓരോരുത്തർക്കും ഓരോ സ്ഥലം അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. നബി തങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്ത സ്ഥലം അത് ആകാശലോകമാണ്, വേറെ ആർക്കും കൊടുക്കാത്ത സ്ഥലമാണ്. അള്ളാഹുമായുള്ള സംഭാഷണം നടത്തി തിരിച്ചു വരുമ്പോ ഈ ഉമ്മത്തിന് അള്ളാഹു സമ്മാനം കൊടുക്കുകയാണ്. ചെന്നപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നബിതങ്ങൾ വെച്ച ഇരുന്നോളൂ കാഴ്ചവെപ്പാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അത് പടച്ചവന് വെച്ച കാഴ്ചയാണ്, കാണിക്കയാണ്, തിരുമുൽ കാഴ്ചയാണ്. അത്തഹിയ്യാത്തു എല്ലാ കാണിക്കകളും തിരുമുൽ കാഴ്ചകളും, അസ്സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് സർവ്വ നിസ്കാരവും സർവ്വ നല്ല കാര്യങ്ങളും എല്ലാം ലില്ലാഹ് പടച്ചവനാണ്, അള്ളാഹുവിനാണ്. എന്നെ അള്ളാഹുവിന്റെ റസൂല് കാഴ്ചവെക്കുന്നു, തഹിയ്യത്ത് വെക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് നബിതങ്ങൾ ഇങ്ങോട്ട് തഹിയ്യത്ത് വെക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം. അതെ, അങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചും ഉമ്മത്തുകളായ നമ്മെ മറന്നു പോകാതെ നബിതങ്ങൾ നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുകയാണ്. എനിക്ക് മാത്രം സമാധാനം പോരാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങൾക്ക് സമാധാനം വേണം. എല്ലാ മുഅ്മിനീങ്ങളായ അടിമകൾക്കും എല്ലാ നല്ലവരായ ആളുകൾക്കും നിന്റെ സമാധാനം വേണമല്ലോ. എനിക്ക് മാത്രം പോരാ. ആ
സ്ഥലത്ത് വെച്ച് പോലും പാവപ്പെട്ട നമ്മളെ മറന്നുപോകാതെ നമുക്ക് സലാം ചോദിച്ചു വാങ്ങുന്നു. ഈ സംഭവങ്ങളെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾ അവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലെങ്കിലും ആ മലക്കുകൾ ഈ വിവരങ്ങൾ അതാ വയർലെസ് മുഖേന അറിയുന്നത് പോലെ അറിയുന്നുണ്ട്. അതിനാൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പോയി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ കാര്യവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, മുഅ്മിനിന്റെ മിഅ്റാജായ നിസ്കാരത്തിൽ നമുക്ക് അവസാനത്തെ ഇരുത്തത്തിൽ അതേ അതുപോലെ ഇടയിൽ അത്തഹിയ്യത്ത് ചൊല്ലുന്ന സമയത്ത് ചൊല്ലാൻ അല്ലാഹു തന്നത് അന്നത്തെ ഈ സംഭാഷണത്തിന്റെ ഭാഗമാണ്. ഇരിക്കട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നു. യാഥാ സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുണ്ട്. ഒന്നും സംസാരിച്ചത് ഹദീസിൽ കാണുന്നില്ല. ആറാമത്തെ ആകാശത്തിലെത്തുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഇടപെടുന്നു. എന്താണ് ഉമ്മത്തിന് തന്നത്? 50 നേരത്തെ നിസ്കാരം അല്ലാഹു തആല തിരിച്ചു പോരുന്ന സമയത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിവരം പറയുമ്പോൾ അത് ചുരുക്കി തരാൻ പറയണം. അങ്ങയുടെ ഉമ്മത്തിന് സാധിക്കൂല. ഞാൻ ബനൂ ഇസ്രായേലിനെ പരീക്ഷിച്ചതാണെന്ന് എക്സ്പീരിയൻസ് ഉള്ള മൂസാ നബി അലൈഹി ഇസ്ലാം നബിതങ്ങളോട് അതാ ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാണ്. മൂസാ നബി എക്സ്പീരിയൻസ് എടുത്ത് പറയുകയാണ്, അങ്ങയുടെ ഉമ്മത്തിന് കഴിയൂല നബിയേ. നബിതങ്ങളാ നിർദ്ദേശം സ്വീകരിച്ച് മേൽപോട്ടേക്ക് വീണ്ടും പോകുന്നു. 5 നേരത്തെ നിസ്കാരം ചുരുക്കി 45 കൊടുക്കുന്നു. വീണ്ടും മൂസാ നബി തിരിച്ചേക്കുന്നു. അങ്ങനെ 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 45 ചുരുങ്ങി. 5 നേരത്തെ നിസ്കാരം അവസാനം കൊടുത്തിട്ട് അല്ല പറയുന്നു 5-ന് 50ന്റെ പ്രതിഫലമാണ്. അഥവാ ലഗേജ് ചുരുക്കിയതാണ്, ഫലം ചുരുങ്ങുന്നില്ല. 5-ന് 50ന്റെ പ്രതിഫലം ഉണ്ട്, വെയിറ്റ് കുറച്ചതാണ്. അതും വാങ്ങി നബിതങ്ങൾ വന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം വീണ്ടും ചുരുക്കി തരാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് നഷ്ടം വരും. 5-ന് 50ന്റെ പ്രതിഫലമല്ലേ. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വരുന്നു. പക്ഷേ അന്ന് രാവിലത്തെ സുബഹി നിസ്കാരം അല്ലാഹ് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം എപ്പോൾ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അറിവില്ലാതൊരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ളുഹറിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, നിസ്കാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരത്തിന്റെ സമയവും അതിന്റെ രൂപവും പഠിപ്പിച്ചു കൊടുക്കുന്നു. നബിതങ്ങൾ നിസ്കരിക്കുന്നു. അങ്ങനെ ഫർളാക്കപ്പെട്ട 5 നേരത്തെ നിസ്കാരം ഫർളായ രാത്രിയാണല്ലോ ഇസ്റാ മിറാജിന്റെ രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ആ നിസ്കാരം മുറക്ക് നിർവഹിക്കുമെന്ന് നമ്മൾ കൃത്യമായി പ്രതിജ്ഞ എടുക്കണം. ഒരു തിരക്കിലും നിസ്കാരം കളാക്കരുത്. നിസ്കരിക്കുമ്പോൾ പരമാവധി ശ്രദ്ധയോടെ നിസ്കരിക്കണം, ഖുശൂഅോടെ നിസ്കരിക്കണം. നിസ്കാരം ബാത്തിലാക്കരുത്. സുജൂദ് ചെയ്യുമ്പോ നെറ്റിയുടെ മേലെ തലക്കെട്ടുണ്ടാകാൻ പാടില്ല. ഇപ്പണ്ടല്ലോ വലിയ തലക്കെട്ട്. ആ തലക്കെട്ട് കെട്ടിയാൽ ചിലപ്പോ തലക്കെട്ടിന്റെ മുകളിലായി പോകും സുജൂദ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ കെട്ടുന്നവര്, ഏത് കെട്ടുന്നവരും ശ്രദ്ധിക്കണം. മുടിയുടെ മേലെയും ആകാൻ പാടില്ല. അപ്പൊ സുജൂദ് ബാത്തിലായി പോകും. സുജൂദ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ കെട്ടുന്നവര്, ഏത് കെട്ടുന്നവരും ശ്രദ്ധിക്കണം. മുടിയുടെ മേലെയും ആകാൻ പാടില്ല. അപ്പൊ സുജൂദ് ബാത്തിലായി പോകും. സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരലിന്റെ അടിഭാഗം വെക്കണം. അതിങ്ങനെ കൊട്ടി വെച്ചാൽ പറ്റൂല. അതേപോലെ നിസ്കാരത്തിലേക്ക് കടന്നാൽ പാന്റ് ധരിച്ച് അതുപോലെ ഇൻസൈഡ് ആക്കിയ ആളുകളാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് പാന്റോ മുണ്ടോ ഉടുത്ത് എന്നിട്ടൊരു മുറിയൻ കുപ്പായിട്ടവരായാലോ പലപ്പോഴും അല്ലാഹു അക്ബർ തക്ബീറിൽ കഴിഞ്ഞാൽ ഇബ്ലീസ് തോന്നിപ്പിക്കും കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്. മുന്നിൽ പിടിച്ചൊരു താഴ്ത്തല്, ബാക്കിൽ പിടിച്ചൊരു താഴ്ത്തൽ. അത് ഇടക്കിടക്ക് താഴ്ത്തുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ കുപ്പായം പിടിച്ച് താഴ്ത്തരുത്. നിസ്കാരം കഴിയുന്നവരെ ചുരുണ്ടിട്ടേ അവിടെ കിടന്നോട്ടെ. അതിന്റെ ഇടയ്ക്കിപ്പാരും പെങ്കട്ടും കൊണ്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലെടുത്ത് കൈകൊണ്ട് കളിക്കരുത്. അതേപോലെ മറ്റു കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യരുത്. അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അതേപോലെ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം, എന്നാൽ ഭക്തി കിട്ടും. അതുപോലെ മറ്റ് വിഷയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിസ്കാരത്തിലേക്ക് കടക്കാൻ നോക്കണം. ശൈത്താൻ ഇന്ന് രാവിലെ ഞാൻ മുത്തഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത്
സമയത്ത് ഓതിക്കൊടുത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഉറക്കെ കൊടുത്തോളൂ. എവിടെയെല്ലാം ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവിടെയുള്ള വസ്തുക്കളെല്ലാം നിനക്ക് സാക്ഷി പറയാനുണ്ടാകും. അതേപോലെ നബി നിങ്ങൾ പഠിപ്പിച്ചു, അതേ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശൈത്താൻ ഓടിക്കളയും, നിന്യനായി ഓടിക്കളയും. ബാങ്ക് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവൻ ഓടിക്കളയും. ഇഖാമത്ത് കഴിഞ്ഞാൽ വീണ്ടും ശൈത്താൻ തിരിച്ചു വരും. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ശൈത്താൻ വന്ന് മനസ്സിൽ പലതും തോന്നിപ്പിക്കും. അതോർമ്മിക്കൂ ഇതോർമ്മിക്കൂ അങ്ങനെ പലതും ഓർമ്മിപ്പിക്കും. അവസാന നിസ്കാരം എത്ര റക്അത്താണെന്ന് പോലും സംശയത്തിലായി പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശൈത്താനിന്റെ ശർറിൽ നിന്ന് റബ്ബ് നമുക്ക് കാവൽ നൽകട്ടെ. നമ്മൾ നല്ല മനസ്സോടുകൂടി ഭക്തിയോടെ നിസ്കരിക്കണം. ആ നിസ്കാരം ഖളാകാതെ നിസ്കരിക്കണം. നമ്മുടെ കടപ്പാടാണത്. ആ ബോധത്തോടെ ജീവിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നരകത്തിൽ കിടക്കുന്ന ജനങ്ങളോട് എന്തുകൊണ്ടാണ് നരകത്തിൽ കിടന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന മറുപടി ഖുർആനിലുണ്ടല്ലോ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടിരുന്നില്ല. നരകത്തിൽ കടക്കാനുള്ള വലിയ കാരണമാണ്. അതേപോലെ ഞങ്ങളതാ പടച്ചവനിൽ വിശ്വസിച്ചില്ല, സാധുക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല. അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കൃത്യമായി നിസ്കരിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പ്രത്യേകം ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. സുഹൃത്തുക്കളെ, നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അതുകൊണ്ടല്ലേ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ശത്രുക്കൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ, ദഊനി ഉസല്ലി റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കാൻ അനുവദിക്കണേ എന്നല്ലേ ശത്രുക്കളോട് പറഞ്ഞത്. അതേ, അവർ അനുമതി കൊടുത്തപ്പോൾ കൊല്ലുന്നതിന് മുമ്പ് അവസാനത്തെ അഭിലാഷം, അവസാനത്തെ ആഗ്രഹം, അതെനിക്ക് 2 റകഅത്ത് നിസ്കരിക്കലാണ് എന്നല്ലേ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 2 റകഅത്ത് വളരെ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പറഞ്ഞത് എന്താണ്? അതേ, ലൗലാ അന്തസബു അന്നമാ ബി ജസഉൽ ലസിതു, എനിക്ക് നിസ്കരിച്ചിട്ട് എൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല, നിസ്കരിച്ചിട്ട് ആശ തീർന്നിട്ടില്ല. എന്നെ പടച്ച റബ്ബിന് സുജൂദ് ചെയ്തിട്ട്, എന്നെ പടച്ച റബ്ബിനോട് പ്രാർത്ഥന നടത്തിയിട്ട്, എന്നെ പടച്ച റബ്ബിന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട്, എന്നെ പടച്ച റബ്ബിന് വേണ്ടി സാഷ്ടാംഗം ചെയ്തിട്ട്, അതേ അല്ലാഹു അക്ബർ ആവർത്തിച്ച് പറഞ്ഞിട്ട് എനിക്കെന്റെ ആഗ്രഹം തീർന്നിട്ടില്ല, ആശ തീർന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തത് എന്താണെന്നറിയോ? നിങ്ങൾ വേണമെങ്കിൽ പറയും നിസ്കരിച്ച് നേരം പോക്കി നീട്ടിക്കൊണ്ടുപോവുകയാണ്, മരണം പേടിച്ചിട്ടാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ പറയും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചതാണ്. എനിക്ക് നിസ്കരിച്ചിട്ട് എൻ്റെ ആശ തീർന്നിട്ടില്ല. മരിക്കുന്നത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി കൊല്ലപ്പെടുകയല്ലേ, എൻ്റെ റബ്ബിന് വേണ്ടി കൊല്ലപ്പെടുകയല്ലേ. അതെനിക്കൊരു പ്രശ്നമല്ല. കഷ്ണം കഷ്ണമാക്കി നുറുക്കിയാലും അതിൽ അനുഗ്രഹം ചെയ്യാൻ കഴിവുള്ള റബ്ബല്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിസ്കാരം ഫർളുകൾ ഒരിക്കലും ഖളാകാതെ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരം കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കണം. നമ്മൾ ആ ശൈലിയും പരിപാടിയും ഒക്കെ ഇപ്പോൾ തന്നെ ആരംഭിക്കണം. റമദാനായിട്ട് എന്ന് വിചാരിച്ച് പിന്തിച്ചു കൊണ്ടുപോകണ്ട. റമദാൻ വരെ ഈ പാവപ്പെട്ട എനിക്ക് ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല, ഈ പ്രസംഗം തീരുന്നത് വരെ തന്നെ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി വർദ്ധിപ്പിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ റജബിലും ശഅബാനിലും എല്ലാം നീ ബറക്കത്ത് തരണം. അല്ലാഹ്, ഞങ്ങൾക്ക് റമദാനിനെ സ്വീകരിച്ച് സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് തരണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. എല്ലാവരും മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, എൻ്റെ ഉമ്മയുടെ ആണ്ട് നടക്കുന്ന മാസമാണ് റജബ്. നമ്മുടെ ഇബ്രാഹിം സഖാഫിയുടെ മകൻ അബ്ദുള്ള സിദ്ദീഖ് അബ്ദുള്ള, അദ്ദേഹം മരണപ്പെട്ടത് ഈ മാസത്തിലാണ്. സിറാജുൽ ഹുദയിലെ മുതഅല്ലിമായി പെട്ടെന്ന് മരിച്ചുപോയി. നിങ്ങൾക്കറിയാം.
അതുപോലെ സിറാജുൽ ഹുദക്ക് ദുബായിൽ വലിയ സഹായം ചെയ്തിരുന്നു കുഞ്ഞമ്മദ് ഹാജിയുടെ ദുആ നടക്കുന്ന ദിവസമാണ്. ഞാൻ 2 ദിവസം മുമ്പ് മരിച്ചുപോയി. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. നിങ്ങളെ പരിപാടി ഏറ്റുപോയില്ലേ, പോകാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവിടെ വന്ന് ദുആയിൽ പങ്കെടുത്തു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അതുപോലെ സിറാജുൽ ഹുദയുടെ വളരെ പ്രധാനപ്പെട്ട വലിയൊരു സഹകാരി ഹസൻ ഹാജി കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. അള്ളാഹു എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സഹായിച്ചവരിൽ നിന്ന്, സഹകരിച്ചവരിൽ നിന്ന്, വിദേശത്തും നാട്ടിലും മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും അള്ളാഹു സന്തോഷം നൽകട്ടെ. ഈ മഹത്തായ ഈ ജമാഅത്ത് സ്ഥാപിക്കുന്നതിലും ഇവിടെയുള്ള പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയവരുണ്ടെങ്കിൽ അവരുടെ ഖബറിലും അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. എല്ലാവരുടെ പേരിലും നമുക്ക് ഈ നല്ല രാത്രിയിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമ്മുടെ ഉസ്താദുമാർ പലരും പിരിഞ്ഞു പോയില്ലേ. താജുൽ ഉലമ പോയി, നൂറുൽ ഉലമ പോയി, കൻസുൽ ഉലമ പോയി, താജുൽ ഫഖഹാ പോയി, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞനാടി ഉസ്താദ് പോയി. അങ്ങനെ പലരും പിരിഞ്ഞുപോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുല്ലൂക്കര ഉസ്താദ് പോയി. അതുപോലെയുള്ള എത്രയോ ഉസ്താദുമാർ പിരിഞ്ഞുപോയി. നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, ഞങ്ങളെ കോതിപ്പറ്റ മിച്ചാലി ഉസ്താദ്, അങ്ങനെ എത്ര ഉസ്താദുമാർ പിരിഞ്ഞുപോയി. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് തങ്ങൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി. എല്ലാവരുടെ പേരിലും നമുക്ക് ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ദുആ ചെയ്യണം. എല്ലാവരും ഇരുന്നോളൂ. എല്ലാവരും ഫാത്തിഹ ഓതണം. കൈ പിടിക്കാൻ പറ്റുന്ന മൈക്ക് തരണം. എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതണം. ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.